കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ വളരെ ആഴമേറിയ ദൈവത്തിന്റെ സത്യങ്ങൾ പഠിക്കുവാൻ പരിശുദ്ധാത്മ നമുക്ക് കൃപ നൽകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഒരു ക്രിസ്തു ഭക്തന് ആവശ്യമായിരിക്കുന്ന അടിസ്ഥാനപരമായ അല്ലെങ്കിൽ പ്രായോഗികമായ ചില ചിന്തകൾ നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഇന്ന് നാം വീണ്ടും അത് വിലയിരുത്തുകയാണ്. നീതീകരണത്തിൽ നിന്ന് നാം വിശുദ്ധീകരണത്തിലേക്ക് കടക്കുമ്പോൾ പ്രായോഗികമായ വിശുദ്ധീകരണം എങ്ങനെ നമുക്ക് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 2 കൊരിന്ത്യർ ലേഖനം 7:1 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ ജഡത്തിലെ ആത്മാവിലെ സകല കൺമഷ്യം പോക്കി ദൈവഭയത്തിൽ നിങ്ങളുടെ വിശുദ്ധിയെ തികയ്ക്കുക. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഏത് വാഗ്ദത്തങ്ങൾ 6-ാം അധ്യായം അവസാന ഭാഗങ്ങളിൽ പല കാര്യങ്ങൾ ആവർത്തിച്ച് കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 6:14 മുതൽ വിശ്വാസിയും അവിശ്വാസിയും, നീതിയും അധർമ്മവും, വെളിച്ചവും ഇരുളും, ക്രിസ്തുവും ബിലയാമും, ദേവാലയവും വിഗ്രഹങ്ങളും, ദൈവിക കൽപ്പനകളും വാഗ്ദത്തങ്ങളും, ഇതിന്റെ എല്ലാം ഒരു പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒന്നൊന്നിനോട് എന്തുകൊണ്ട് ചേർന്ന് പോകുന്നില്ല എന്ന് ഇവിടെ വിശദമാക്കും. 6:17 വാക്യത്തിൽ അപ്പോസ്തലൻ കൊടുക്കുന്ന ഒരു കൽപ്പന, അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേർപെട്ടിരിപ്പി. അതിമഹത്തായ ഒരു പ്രബോധനമാണ്. അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെടണം, വേർപെട്ടിരിക്കണം. നാം പലപ്പോഴും വിശുദ്ധിയും വേർപാടും എന്ന് പറയുന്നത് വിശുദ്ധിയോട് ചേർന്ന് വരുന്ന ഒരു വാക്കാണ് വേർപാട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വീണ്ടും അപ്പോസ്തലൻ ആജ്ഞാപിക്കുന്നത് വക്രതയും കോട്ടമുള്ള തലമുറ നടുവിൽ നിങ്ങൾ വേർപെട്ടിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങളിലും വേർപെടുക എന്നുള്ള ആശയം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ സഭയ്ക്ക് നൽകുന്ന വാഗ്ദത്തം എന്താണ്? ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. 17-ാമത്തെ വാക്യം തന്നെ വലിയൊരു വാഗ്ദത്തം, വലിയ ഒരു ഉറപ്പ്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. പ്രിയരെ, നാം ഇന്നലെ വരെ കേട്ടത് വിശുദ്ധി ഒരു ദൈവിക സ്വഭാവമാണ്. ദൈവം ഇന്ന് നമ്മൾ വിശുദ്ധരെന്ന് എണ്ണിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെട്ട് വരുന്നതിനെ വിശുദ്ധി എന്ന് നിർവചിക്കാം. ക്രിസ്തു നമ്മൾ ചെയ്യുന്ന അത്യധികമായ പ്രവൃത്തികളെ വിശുദ്ധീകരണത്തിന്റെ ഫലമെന്ന് നമുക്കെണ്ണാം. പരിശുദ്ധനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവം സൃഷ്ടിതാവെന്ന നിലയിൽ അവന്റെ മുമ്പാകെ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് അവനെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു ആ ഉദ്ദേശം. ഈ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധീകരണം എന്ന തലത്തിൽ നിന്നും വീണ്ടും പ്രായോഗികമായി നമ്മുടെ അനുദിന ജീവിതം, ഡേ ടു ഡേ ലൈഫ്, അവിടെ സംഭവിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം, ആവശ്യകത, അതിന്റെ മഹത്വം എന്താണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇതുവരെ നാം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഈ പ്രഭാവത്തിൽ ഞാൻ ആവർത്തിക്കട്ടെ. വിശുദ്ധീകരണം എന്നതിന് സാന്റിഫിക്കേഷൻ എന്നാണ് സർവ്വസാധാരണയായി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടു സെറ്റ് അപ്പാർട്ട്, ടു മേക്ക് ഹോളി, പ്യൂരിഫൈ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ബൈബിളിൽ വിശുദ്ധി എന്ന പദത്തിന് അനുയോജ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ജന്മസിദ്ധമായ സ്വഭാവത്തിൽ അവൻ അശുദ്ധനാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 51:5, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പരിശുദ്ധനായ ദൈവം മനുഷ്യനെ താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ സ്നേഹിക്കുന്നവനാണ്. എന്നാൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ പാപിയായ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവൻ തുടരേണ്ടതിനെ കുറിച്ച് ഒരിക്കലും ദൈവം ചിന്തിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. എന്താണ് ദൈവത്തിന്റെ പദ്ധതി? തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി അവൻ രൂപാന്തരപ്പെടണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ രൂപപ്പെടുത്തിയെടുക്കുന്ന ദൈവിക പ്രവൃത്തിയാണ് വിശുദ്ധീകരണം എന്ന് നാം അർത്ഥമാക്കും. ഒരു ഉദാഹരണത്തിൽ കൂടി അത് വ്യക്തമാക്കിയാൽ, പാപിയെ സ്നേഹിക്കുന്ന ദൈവം പാപത്തെ വെറുക്കുന്നു. തന്നിമിത്തം ദൈവ സ്വഭാവത്തിന് അനുയോജ്യമായ നിലയിൽ അവനെ രൂപാന്തരപ്പെടുത്തി മനുഷ്യ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തെ ദൈവം സൃഷ്ടിക്കുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. നാം വിശുദ്ധീകരണത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ ചിന്തിച്ചു. 3 സ്റ്റേജിലുള്ള വിശുദ്ധീകരണങ്ങൾ ബൈബിൾ വ്യക്തമാക്കും. 1 സ്ഥാനീയ വിശുദ്ധീകരണം, 2 പ്രായോഗിക വിശുദ്ധീകരണം, 3 സമ്പൂർണമായ വിശുദ്ധീകരണം. സ്ഥാനീയ വിശുദ്ധീകരണത്തിന് പൊസിഷണൽ സാന്റിഫിക്കേഷൻ, പ്രായോഗികമായ പുരോഗമനപരമായ വിശുദ്ധീകരണം, പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. അവസാനമായി സമ്പൂർണമായ വിശുദ്ധീകരണം, അതിനെ പെർഫെക്ഷണൽ, പൂർണ്ണതയുള്ള വിശുദ്ധീകരണം എന്ന് നാം ചിന്തിക്കുന്നതിൽ തെറ്റില്ല. നാം വളരെ വേഗത്തിൽ എന്താണ് സ്ഥാനീയ വിശുദ്ധീകരണം പഠിക്കുമ്പോൾ, നേരത്തെ നാം സൂചിപ്പിച്ച പോലെ മനുഷ്യവർഗം എല്ലാവരും പാപത്തിലാണ് ജനിച്ചിരിക്കുന്നത്. വീണ്ടും ബൈബിൾ എന്ന് പറയുന്നു, നേരത്തെ നാം പഴയ നിയമത്തിലെ വാക്യം ചിന്തിച്ചു സങ്കീർത്തനങ്ങളിൽ നിന്ന്. റോമലേഖനം 3:10 പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. വീണ്ടും നാം തുറമാനമായി വായിക്കുമ്പോൾ, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ ഇല്ലാത്തവരായി. പാപത്തിൽ ജനിച്ച മനുഷ്യൻ അശുദ്ധനും ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്തവരും അത്ര. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ സിംഹാസനത്തിലേക്ക് രക്ഷിതാവായി ക്ഷണിക്കുന്ന മാത്രയിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാപിയുടെ ഹൃദയത്തിൽ ദൈവപുത്രന്റെ രക്തം തളിച്ച് പാപത്തിൽ നിന്ന് അവനെ വിശുദ്ധീകരിക്കുകയും ദൈവപുത്രനെ അവന്റെ സിംഹാസനത്തിൽ രക്ഷിതാവായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് പരിണത ഫലമായി പാപി വിശുദ്ധനായി തീരുകയും ദൈവമുമ്പാകെ വിശുദ്ധി അവന്റെ അവകാശ പത്രികയായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരുവൻ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടാൽ ആ ശുദ്ധീകരണം ദൈവമുമ്പാകെ അവനെ എന്നേക്കും അംഗീകാരമുള്ളവനാക്കി തീർക്കുന്നു. ക്രിസ്തുവിൽ
വിശ്വസിക്കുന്നത് മൂലം ഒരിക്കൽ എന്നേക്കുമായി ലഭിക്കുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയയെ സ്ഥാനീയ വിശുദ്ധീകരണം എന്നാണ് പറയുന്നത്. അപ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ട ഒരുവൻ ദൈവമുമ്പാകെ കടന്നു വരുമ്പോൾ ദൈവം ക്രിസ്തുവിലൂടെ അവനെ നോക്കിയിട്ട് വിശുദ്ധനും ദൈവമുമ്പാകെ നിൽക്കുവാൻ യോഗ്യനുമെന്ന് വിധി എഴുതുന്നു. സ്ഥാനീയമായി നമുക്ക് ലഭിക്കുന്ന വിശുദ്ധി എന്നും ദൈവസിംഹാസനത്തോടടുത്ത് വരുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യുന്നു. ഈ ആശയം മനസ്സിലാക്കിയ പൗലോസ് എബ്രായ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നത് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതുകൊണ്ട് സ്ഥാനീയമായ വിശുദ്ധീകരണം പ്രാപിച്ച വിശ്വാസികളെ വിശുദ്ധന്മാർ എന്നാണ് ദൈവവചനം സംബോധന ചെയ്യുന്നത്. അടുത്തത് പ്രായോഗികമായ വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തോടെ അതിന്റെ വളർച്ച, പ്രോഗ്രസീവ് സാന്റിഫിക്കേഷൻ. വിശുദ്ധിയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ വീണ്ടും ഓരോ നിമിഷം വളരുകയാണ്. സ്ഥാനീയമായ ശുദ്ധീകരണം ഒരിക്കൽ എന്നേക്കുമായി പ്രാപിക്കുന്നതാണെങ്കിൽ പ്രായോഗിക വിശുദ്ധീകരണം ഒരു വിശ്വാസി അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും അനുഭവവേദ്യമാക്കേണ്ടതാണ്. ദൈവത്തിന്റെ മഹത്വ സൗന്ദര്യം തന്റെ ജീവിതത്തിലൂടെ പ്രകടമാക്കേണ്ടതിന് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നതുമായ പ്രവൃത്തിയാണ്. എല്ലാ വിശ്വാസികളും സ്ഥാനീയമായ വിശുദ്ധീകരണം പ്രാപിച്ചവരാണെങ്കിലും ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നമ്മൾ കടന്നു വരുവാൻ കൂടുതൽ സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഓരോ വിശ്വാസിയും അനുതാപത്താലും ഏറ്റുപറച്ചിലാലും ദൈവസന്നിധിയിൽ പാപക്ഷമയ്ക്ക് വേണ്ടി എപ്പോഴും നിരപ്പ് പ്രാപിച്ചുകൊണ്ട് കൃപകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രായോഗികമായ വിശുദ്ധീകരണം നാം ഏറ്റെടുക്കുകയാണ്. ദൈവമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിന് പ്രായോഗിക വിശുദ്ധീകരണം വളരെ അനിവാര്യമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. അതാണ് നാം ഇന്ന് വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനം. ദൈവത്തോളം നിരന്തരമായ കൂട്ടായ്മയും ബന്ധവും ഒരു വിശ്വാസിക്ക് പുലർത്തുവാൻ കഴിയുന്നത് പ്രായോഗികമായ വിശുദ്ധീകരണത്തിലൂടെയാണ്. അതാണ് ശീമോൻ പത്രോസിന് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ. കാരണം ശീമോൻ കർത്താവിനോട് പ്രകാരം പറഞ്ഞു, ഇനി എനിക്കൊരു കഴുകലിന്റെ ആവശ്യമില്ല, ഞാൻ ശുദ്ധിയുള്ളവനാണെന്ന്. വീണ്ടും കർത്താവ് കൈകാലുകളെ കഴുകി. നാം തീന്മേശയിലേക്ക് കൊണ്ടുവരുന്ന പാത്രം എത്ര കഴുകി ഷെൽഫിൽ സൂക്ഷിക്കുന്ന നല്ല പാത്രങ്ങൾ പോലും മറ്റൊരാളുടെ മുമ്പിൽ വെക്കുമ്പോൾ വീണ്ടും കഴുകിയെടുക്കുന്നത് പോലെ, ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന പോലെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ക്ഷമായാതനയോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അനുതാപത്തോടും കണ്ണുനീരോടും നാം ദൈവസന്നിധിയിൽ അറിഞ്ഞു അറിയാതെ ചെയ്ത തെറ്റുകളെ കുറിച്ച് ബോധവാന്മാരായി തീരുമ്പോൾ ദൈവസന്നിധിയിൽ ലംഘനങ്ങളെ മറച്ചു വെക്കാതെ പാപങ്ങളെ ഏറ്റുപറയും. ദൈവത്തിന്മാർ പറയുന്നു, അപ്രകാരം ചെയ്യുന്നൊരു കരുണ ലഭിക്കുമെന്നാണ്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് കൽപ്പനാലംഘനമോ വലിയ പട്ടികയിലുള്ള പാപത്തെക്കാൾ നാം ഏറ്റുപറയാത്ത പാപമാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ വലത്തു ഭാഗത്തുണ്ട്. നിങ്ങളൊരു വക്കാലത്ത് ഒരു അഡ്വക്കേറ്റിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ആ വക്കീൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പോലെ, നിങ്ങളുടെ പക്ഷം പിടിച്ച് വാദിക്കുന്ന പോലെ, ഒരിക്കലും അപവാദിയായ സാത്താന് നിങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ നീതിയെക്കുറിച്ച്, നിങ്ങളുടെ സ്ഥാനീയ വിശുദ്ധീകരണത്തെക്കുറിച്ച്, നിങ്ങൾ ദൈവസ്ഥലിൽ വിശുദ്ധനാണെന്ന് ഉള്ള സകല തെളിവുകളും നിരത്തി നിങ്ങൾക്ക് അനുകൂലമായി വാദിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നല്ല അഡ്വക്കേറ്റായി ആ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അവൻ പുതിയ നിയമത്തിന് മധ്യസ്ഥനാണ്. ആ കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. എന്താണ് മഹാപുരോഹിതന്റെ ശുശ്രൂഷ? പൗരോഹിത്യത്തിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് മധ്യസ്ഥതയാണ്, പക്ഷപാതമാണ്, ഇന്റർസെഷനാണ്. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പക്ഷപാതം തുടരുകയാണ്. അതുകൊണ്ടാണ് ശീമോനോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, സാത്താൻ നിന്നെ പാറ്റുവാൻ ചോദിച്ചപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ആ ശുശ്രൂഷ കർത്താവ് തുടരുന്നു നിങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു.